ഗ്ലാം സ്പെയിൽ ഇന്ത്യയുടെ ഇന്നത്തെ നമ്മുടെ യാത്ര കോയമ്പത്തൂരിലേക്കാണ്. നമ്മുടെ ഇന്നത്തത് ബ്രൈഡൽ മേക്കപ്പ് അല്ല, ഒരു വളകാപ്പ് മേക്കപ്പ് ആണ്. അങ്ങനെ ഞാനും ചേട്ടായും രാവിലെ മേക്കപ്പിന് വേണ്ടി ഇറങ്ങി. ഞങ്ങൾ അങ്ങനെ കോയമ്പത്തൂർ എത്തി. കോയമ്പത്തൂർ ധനുശ്രീയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ മേക്കപ്പ് വരുന്നത്. നമ്മുടെ ധനുക്കുട്ടി മേക്കപ്പിന് വേണ്ടി റെഡി ആയിട്ട് തന്നെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എങ്ങനെ ചെന്നപ്പോൾ തന്നെ ആൾ റെഡി ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് മേക്കപ്പ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചേട്ടായിക്കും ചേച്ചിക്കും ഇഷ്ടമുള്ളതുപോലെ ചെയ്തോളൂ, ഞാൻ സുന്ദരിയാവും എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മേക്കപ്പ് എല്ലാം ചെയ്തു. മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആള് വെഡിങ്ങിന് ഉടുത്ത സെയിം സാരി തന്നെയാണ് വളകാപ്പിനും ഉടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടും ഡിഫറെന്റ് ആയിട്ട് ഞങ്ങൾ ഇതിനൊരു ഗ്ലോബി ലുക്കാണ് ഞങ്ങൾ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗ്ലോബി ലുക്കിലാണ് നമ്മൾ മേക്കപ്പും ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ധനക്കുട്ടിയുടെ ഫീഡ്ബാക്ക് ഒക്കെ എടുത്തു. ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പറയാ നല്ലൊരു ഫാമിലി ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്ത ഒരു ബ്രൈഡ് കൂടിയായിരുന്നു ഞങ്ങളുടെ ധനുക്കുട്ടി. അതുകൊണ്ട് തന്നെ ഓരോ മേക്കപ്പിന് വേണ്ടിയിട്ടും ധനുക്കുട്ടിയുടെ അടുത്ത് എത്തുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ തന്നെ ഒരു ബ്രൈഡിനെ അവരുടെ വീണ്ടും വീണ്ടുമുള്ള ഫംഗ്ഷൻസിന് ഒരുക്കുമ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഒരുപാട് സന്തോഷം തോന്നില്ലേ? അതുപോലെ തന്നെ ഞങ്ങൾ അനിയത്തിക്കുട്ടിയെ ഒരുക്കിയപ്പോൾ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളും അതുപോലെ തന്നെ ബ്രൈഡ്സും സഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് മേക്കപ്പിന്റെ പുറത്ത് മഞ്ഞളും കുങ്കുമവും വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ. ആ ഒരു സിറ്റുവേഷൻ നമുക്കും ധനുക്കുട്ടിയുടെ ഫംഗ്ഷന് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളത് ഓവർകം ചെയ്തു. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചന്ദനവും കുങ്കുമവും കൂടുതലായി മുഖത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇത്തിരി ഒന്ന് റിമൂവ് ചെയ്തു തരുമോ ചേച്ചി ചേട്ടാ എന്ന് ചോദിച്ച് ഓടി വന്നു നമ്മുടെ ധനുക്കുട്ടി. ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയത് ബ്രഷെല്ലാം ഞങ്ങൾ ബാഗിൽ വണ്ടിയിൽ കൊണ്ടേ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് കിട്ടിയത് ഒരു ടിഷ്യൂ പേപ്പറും അതുപോലെ തന്നെ ഒരു പാക്കിന്റെ ഒരു കവറും ആയിരുന്നു. വല്ലവനും പുല്ലാണ് ആയുധം എന്നുള്ളത് പോലെ തന്നെ ഞങ്ങൾ ആ കിട്ടിയ പാക്കിന്റെ കവറും അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പറും കൊണ്ട് ഞങ്ങളത് റിമൂവ് ചെയ്തു. അപ്പോഴേക്കും ആൾക്കാർ വീണ്ടും വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും ധനുക്കുട്ടി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് ഫംഗ്ഷന് പോയിരുന്നു. അങ്ങനെ വീണ്ടും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുറെ കൂടുതൽ കുങ്കുമവും ചന്ദനവും ഫേസിലായപ്പോൾ വീണ്ടും റിമൂവ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഞങ്ങൾ അങ്ങനെ രണ്ടാമത്തെ തവണയും ഈ റോജാപ്പാക്ക് കൊണ്ട് തന്നെ അതിനെ ചുരണ്ടി മേക്കപ്പ് പോകാത്ത രീതിയിൽ നല്ലതുപോലെ അത് റിമൂവ് ചെയ്ത് നമ്മൾ ആളെ പഴയതുപോലെ തന്നെ ആക്കി നമ്മൾ തിരിച്ചു വിട്ടു. വീണ്ടും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് ഫോട്ടോസ് എല്ലാം എടുത്തു. അങ്ങനെ ആളെല്ലാം എൻജോയ് ചെയ്തു. ഡെലിവറി കഴിഞ്ഞു. ലേബർ റൂമിൽ കയറുമ്പോ ഇതൊക്കെ അഴിച്ചു മാറ്റും. അപ്പോഴത്തേക്ക് പൊട്ടുവാണെങ്കിൽ കുഴപ്പമില്ല. കൊച്ചിന്റെ ഇതിന് വേണ്ടിയിട്ടാണ് കൂടിപ്പോയി. ഞാൻ എടുത്തു വെച്ചതിനെക്കാട്ടും കൂടിപ്പോയി. അപ്പൊ നിങ്ങളൊരു അപ്കമിങ് ബ്രൈഡ് ആണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ മേക്കപ്പിന്റെ പുറത്ത് മഞ്ഞളോ കുങ്കുമോ സ്റ്റെയിനോ എന്ത് വന്നു കഴിഞ്ഞാലും അത് റിമൂവ് ആവുമോ എന്നുള്ളൊരു ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മേക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിന് യാതൊരു കംപ്ലൈന്റും വരില്ല. ഞങ്ങളുടെ ധനുക്കുട്ടിയുടെ മേക്കപ്പ് 2 തവണ ഞങ്ങൾ അതിന്റെ മുകളിൽ ചുരണ്ടിയതാണ്. അതിനുശേഷവും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഒരു തരത്തിലുള്ള ടച്ചപ്പും ഞങ്ങൾ ആളുടെ ഫേസിൽ ചെയ്തിട്ടില്ല, ഈ സ്റ്റെയിൻ റിമൂവ് ചെയ്യുക എന്നല്ലാതെ. അപ്പൊ ആളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇങ്ങനെ ഉപയോഗിക്കില്ല. പലരും നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഫംഗ്ഷൻസ് കാര്യങ്ങളും വരുമ്പോൾ നമ്മുടെ മേക്കപ്പ് റിമൂവ് ആയി പോവോ ട്രാൻസ്ഫർ ആവോ എന്നൊക്കെ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ കൈയോടെ തന്നെ ആ വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് പോസ്റ്റ് ചെയ്തത്. കാരണം നിങ്ങൾക്കും ഒന്ന് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് ധൈര്യമായി ഇരിക്കുക, നിങ്ങളുടെ മേക്കപ്പിന് ഒന്നും സംഭവിക്കില്ല. കാരണം നിങ്ങളുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് മാത്രം നിങ്ങൾ ഉറപ്പുവരുത്താനായിട്ട് പ്രത്യേകം